നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ 11 രാത്രി 9:25 കർക്കിടകം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിച്ച വ്യാഴം 2026 മാർച്ച് 11 മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ വെച്ച് രാവിലെ 8:30 പ്രസ്തുത സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. പ്രസ്തുത സഞ്ചാരം ജൂൺ 2 വരെ തുടരും. ഇന്നത്തെ വീഡിയോയിൽ കുംഭക്കൂറുകാരായ അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, ചതയം നക്ഷത്രം, പൂരുരുട്ടാതി 1, 2, 3 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ നേർഗതി നിമിത്തം ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 5ാം ഭാവം പുത്രസ്ഥാനമായതിനാൽ വക്രഗതി സമയത്ത് ഇവരുടെ മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായി തടസ്സങ്ങളോ അല്ലെങ്കിൽ മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായി വലിയൊരു തുക ലോണായി എടുത്ത് അതിന്റെ സാമ്പത്തിക ബാധ്യത അല്പാൽപമായി വീട്ടി തുടങ്ങി വരികയായിരിക്കും. ഇവർക്ക് നിലവിൽ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇവർ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പുത്രന്മാർക്കോ മറ്റോ ജോലി ലഭിക്കുന്നതിനോ ഇഷ്ടപ്പെട്ട വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ്. ഇവർക്ക് നിലവിൽ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇവർ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പുത്രന്മാർക്കോ മറ്റോ ജോലി ലഭിക്കുന്നതിനോ ഇഷ്ടപ്പെട്ട വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനോ എല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലെ നേർഗതി. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലം അനുകൂലമായി വരികയും കൂടാതെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലുമാണ് ഇത്തരം ഗുണാനുഭവങ്ങളെല്ലാം നല്ല രീതിയിൽ അനുഭവത്തിൽ വരിക. അതല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ വളരെ കുറവായിട്ടായിരിക്കും അനുഭവപ്പെടാൻ ഇടയാകുക. കുംഭം രാശിക്കൂറുകാർക്ക് 2ാം ഭാവത്തിന്റെയും ലാഭസ്ഥാനത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം പുത്രഭാവമായ 5ലാണ് വക്രം പ്രാപിച്ചു നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം വക്രചലനം നിർത്തി നേർഗതിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. കൂടാതെ സ്വന്തം മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും അവർ നിമിത്തം ധനപരമായി സമൂഹത്തിലും കുടുംബത്തിലും പ്രശസ്തി ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. മക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വ്യാഴം നേർഗതി പ്രാപിച്ച ശേഷം വളരെ അപ്രതീക്ഷിതമായി നിലവിൽ വരുന്നതാണ്. വ്യാഴം പുത്രഭാവത്തിലായതിനാൽ കുട്ടികൾ ഇല്ലാതിരുന്ന ആളുകൾക്ക് പുതിയ ചികിത്സകളോ മറ്റോ അവലംബിക്കുകയാണെങ്കിൽ പുത്രഭാഗ്യം ഉണ്ടാകുന്നതിന് തീർച്ചയായും ഇടയാകുന്നതാണ്. അതിനാൽ പുത്രഭാഗ്യത്തിനായി ഇതുവരെയായിട്ടും ശ്രമിക്കാത്തവർ നല്ല വൈദ്യനെ കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നതിന് മാർച്ച് 11 ശേഷം ഏറ്റവും ഉത്തമമാണ്. 5ലെ വ്യാഴത്തിന് ഭാഗ്യഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത മാർഗങ്ങളായ ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിൽ നിന്നും ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കാൻ ഇടയാകും. പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുകയും അദ്ദേഹത്തിൽ നിന്നും സ്നേഹവും സഹായവും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. മാത്രമല്ല പിതൃസ്വത്ത് ലഭിക്കാൻ വളരെ സാധ്യതയുള്ള സമയമാണിത്. 2ാം ഭാവാധിപനായ വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ്. കാരണം ലക്ഷ്മി സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴത്തിന്റെ ഗതിമാറ്റത്തിനു ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ്. ഇതുവരെയും ധനം സമ്പാദിക്കാത്തവരാണെങ്കിൽ കൂടിയും മാർച്ച് 11 ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതുമാണ്. വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും സ്വന്തമായി ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത്. കാരണം ഈ വ്യാഴത്തിന് 11ാം ഭാവാധിപത്യം കൂടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാകാൻ ഇടയാകും. 5ാം ഭാവം ബുദ്ധിയുടെ സ്ഥാനമാണ്. ഇവിടെ 11ാം ഭാവാധിപൻ നിൽക്കുന്നത് ജാതകനെ ബുദ്ധിമാനും കാര്യപ്രാപ്തിയുള്ളവനുമാക്കും.
മാത്രമല്ല ഇവരുടെ മുഖ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുവാനും സാധിക്കും. ഇവരുടെ വാക്കുകളുടെ വശ്യതയാൽ ഇവരെ വിശ്വസിച്ച് പലരും പണം മുടക്കാൻ തയ്യാറാകുകയും ചെയ്യും. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കാൻ അവസരമുണ്ടാകും. ക്രിയേറ്റീവ് ജോലികൾ, കൺസൾട്ടിംഗ്, അധ്യാപനം എന്നിവ ചെയ്യുന്ന കുംഭക്കൂറുകാർക്ക് മികച്ച ധനലാഭം പ്രാപ്തമാകും. മക്കളുടെ വിദ്യാഭ്യാസം, കരിയർ അല്ലെങ്കിൽ പൊതുജീവിതം എന്നിവയിൽ വലിയ വിജയം ഉണ്ടാകും. മക്കളുടെ ഭാഗത്തു നിന്ന് സന്തോഷ വാർത്തകൾ കേൾക്കാൻ വ്യാഴത്തിന്റെ ചലനമാറ്റ ശേഷം ഇടവരികയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ കുംഭക്കൂറുകാരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ധനപരമായി സഹായങ്ങളെല്ലാം ലഭിക്കുമെങ്കിലും ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകാൻ ഇടയാകുന്നതല്ല എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ വീട്ടുകാരെക്കാൾ അധികമായി അന്യരെ സഹായിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ്. വ്യാഴത്തിന് 2ാം ഭാവാധിപത്യവും 11ാം ഭാവാധിപത്യവും ഉള്ളതിനാൽ ഇവർ ലഭിക്കുന്ന ധനം ചിലവാക്കാതെ നിക്ഷേപമാക്കാൻ ശ്രമിക്കും. ഇൻഷുറൻസ്, കുറികൾ മുതലായവ കാലാവധി എത്തുന്നതിനോ അതല്ലെങ്കിൽ ലാഭകരമല്ലാത്ത മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിച്ച് ഇവർ ദീർഘകാല നിക്ഷേപങ്ങളാക്കും. 5ാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി ആയതിനാൽ വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം നിമിത്തം നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങൾ ഉണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുസമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്നെ നാട്ടിൽ 4 ആൾ അറിയുന്നതിന് ഇടയാക്കുകയും ചെയ്യും. 5ൽ നിൽക്കുന്ന വ്യാഴത്തിന് 9ലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതാണ്. പിതാവിന്റെയും മാതാവിന്റെയും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുകയും ഇവർക്ക് മുൻപില്ലാത്ത വിധം മനസന്തോഷം ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. 5ൽ നിൽക്കുന്ന വ്യാഴത്തിന് ലഗ്നഭാവത്തിലേക്ക്, അതായത് നിങ്ങളുടെ ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ്. കൂടാതെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇടയാകുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ദീക്ഷ മുതലായ കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഒരു ദേവതയെ ഉപാസിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യും. വ്യാഴം 5ാമിടത്ത് നിന്നാൽ സ്വർണരത്നാദി സഹിതമായ ഗൃഹം ലഭിക്കുമെന്നാണ് ജ്യോതിഷ പ്രമാണം. അതുകൊണ്ട് തന്നെ നിലവിൽ വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവരും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ലോണും മറ്റും പാസ്സായി ലഭിക്കുന്നതിനും വീട് പണി ആരംഭിക്കുന്നതിനുമെല്ലാം സാധിക്കും. ഫാമിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടം ഉണ്ടാകുന്നതാണ്. തന്റെ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതിനും പുതിയതായി വാഹനം വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്രദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായി അനുഭവത്തിൽ വരിക. എന്നിരുന്നാലും 5ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതാണ്. കുംഭം രാശിക്കൂറുകാർക്ക് ശനിയുടെ സ്ഥിതി ദോഷപ്രദമാണെങ്കിലും വ്യാഴം നേർഗതി പ്രാപിച്ച ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും. കൃഷി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്ര സംബന്ധിയായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും പ്രവർത്തിക്കുന്നവർക്കും പബ്ലിക് റിലേഷൻ, ഭരണാനുബന്ധ മേഖലകൾ, പണസംബന്ധിയായി ജോലി ചെയ്യുന്നവർ, ജ്യോതിഷം മുതലായവ കൈകാര്യം ചെയ്യുന്നവർ, ഖനിത്തൊഴിലാളികൾ, ഉപദേശകർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വ്യാഴം നേർഗതി പ്രാപിച്ച ശേഷം ഗുണപ്രദമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടാനും മറക്കരുത്.